Next topic, identifying duplicate cases and unusual cases. Identifying duplicate cases and unusual cases are two options in SPSS which are of immense use. അതായത് ഡ്യൂപ്ലിക്കേറ്റ് കേസും അൺയൂഷ്വൽ കേസും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് SPSSൽ രണ്ട് ഓപ്ഷനാണെന്ന്. അതെന്താണ്, വളരെയധികം നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഓപ്ഷനാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും അൺയൂഷ്വൽ കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും. ബോത്ത് ഡ്യൂപ്ലിക്കേറ്റ് കേസസ് ആൻഡ് അൺയൂഷ്വൽ കേസസ് ക്യാൻ ഹാവ് സീരീസ് ഇമ്പാക്റ്റ് ഓൺ ദ അനാലിസിസ് ആൻഡ് ദ സബ്സിക്വൻറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് കേസും അതുപോലെ തന്നെ അൺയൂഷ്വൽ കേസും വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റാണ് അനാലിസിസിൽ ഉണ്ടാക്കണമെന്ന്. അതുപോലെ തന്നെ ഒത്തിരി അൺയൂഷ്വൽ കേസും ഡ്യൂപ്ലിക്കേറ്റ് കേസും ഉണ്ടായാൽ അതിൻ്റെ റിസൾട്ട് നമ്മളുടെ ഔട്ട്പുട്ടിലും വരുമെന്ന്. അപ്പോൾ അതൊരു സീരിയസ് ഇമ്പാക്റ്റാണ് അനാലിസിസിൽ ഉണ്ടാക്കണമെന്ന്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഐഡൻറ്റിഫൈ ഡ്യൂപ്ലിക്കേറ്റ് കേസ് ആൻഡ് അൺയൂഷ്വൽ കേസ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രധാനമുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കേസോ അൺയൂഷ്വൽ കേസോ ഉണ്ടായാൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കുക. ടു റിമൂവ് ദിസ് കേസ്, ഈ കേസൊക്കെ റിമൂവ് ചെയ്തിട്ട് ഓർ മിനിമൈസ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ദ അനാലിസിസ്. എന്നിട്ട് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. ഇനി എങ്ങനെയാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് കേസസ് ആർ വെൻ cases are identical to already existing case. അതെന്താണ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കേസ്. അതായത് നമ്മൾ ഒരു കേസ് 2 പ്രാവശ്യം എഴുതുമ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കേസ്, അതിന് ഐഡൻറ്റിറ്റിക്കൽ ആയിട്ടുള്ള കേസിനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കേസ് എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ഹാപ്പൻ വെൻ ദ ഡാറ്റ വാസ് പെർപ്പസീവ്ലി ഓർ ഇൻഅഡ്വർട്ടൻ്റ്ലി കോപ്പീഡ്. അതായത് നമുക്കറിയാം ഡാറ്റ വെരി ലാർജ് ഡാറ്റ ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇൻഅഡ്വർട്ടൻ്റ്ലി അശ്രദ്ധമായി, ഇപ്പോൾ കെയർലെസ് ആയിട്ടൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കേസ് വരാമെന്ന്. വെൻ ദ ഡാറ്റ ഫയൽ ഈസ് വെരി ലാർജ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ സച്ച് ഡ്യൂപ്ലിക്കേറ്റ് കേസ് ബൈ ഒബ്സർവേഷൻ. അതായത് ഡാറ്റ ഫയൽ വളരെ ലാർജ് ആയതുകൊണ്ട് നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിരിക്കുമെന്ന്. SPSS will identify the cases which are duplicate and will display the output viewer. അപ്പോൾ SPSSൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഔട്ട്പുട്ട് വ്യൂവറിൽ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻ ദ SPSS ഔട്ട്പുട്ട് ഫയൽ ഓൾ ദ ഒറിജിനൽ ഡാറ്റ വിൽ ബി ഡിസ്പ്ലേഡ് ആസ് പ്രൈമറി കേസ് ആൻഡ് ദ ഡ്യൂപ്ലിക്കേറ്റ് കേസ് ആസ് ഡ്യൂപ്ലിക്കേറ്റ് കേസ്. അപ്പോൾ SPSSലെ ഔട്ട്പുട്ട് ഫയലിലെ ഒറിജിനൽ കേസ് എന്തിൻ്റെ പേരിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, പ്രൈമറി കേസ് എന്നായിരിക്കും ഒറിജിനൽ കേസ് കാണിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കേസ് പറഞ്ഞ് എഴുതി കാണിക്കുന്നു. ടു ഇല്ലുസ്ട്രേറ്റ് ദിസ് ഫസ്റ്റ് സ്റ്റെപ്സ് വിൽ ടു റൺ വിത്തൗട്ട് ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഓൺ ദ ഡാറ്റ ഫയൽ. അപ്പോൾ ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഇല്ലാത്ത ഒരു ഫയൽ വെച്ചിട്ട് നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഡാറ്റ ഐഡൻറ്റിഫൈ ഡ്യൂപ്ലിക്കേറ്റ് കേസസ്. ഇൻ ദ ബോക്സ് ഡിഫൈൻ മാച്ചസ് കേസ് ബൈ move all the relevant variable that the user would like to use to identify duplicate. അപ്പോൾ ഡാറ്റയിൽ ഐഡൻറ്റിഫൈ ഡ്യൂപ്ലിക്കേറ്റ് കേസ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കാം, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഒരു ബോക്സ് വരും, ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് നമ്മൾ ഡിഫൈൻ മാച്ചിങ് കേസ് ബൈ എന്നുള്ളൊരു ആ പിക്ചറിൽ നമുക്ക് ഫിഗർ 22 നമുക്ക് കാണാൻ പറ്റും. ഡിഫൈൻ മാച്ചിങ് കേസ് ബൈ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബോക്സ്. ആ ടെക്സ്റ്റ് ബോക്സിലേക്ക് നമ്മൾ എല്ലാ വേരിയബിളും നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലെ ബോക്സിലായിരിക്കും നമ്മളുടെ എല്ലാ വേരിയബിൾസും കിടക്കുന്നത്. ആ എല്ലാ വേരിയബിൾസിനെയും നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ നടുക്കുള്ള ആരോക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റൈറ്റ് സൈഡിലുള്ള ബോക്സിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ വേരിയബിൾസ് നമ്മൾ ഇതിൻ്റെ താഴെയാക്കുക, ഡിഫൈൻ മാച്ചിങ് കേസ് ബൈ എന്നുള്ള ആ ഹെഡിങ്ങിൻ്റെ താഴെയുള്ള ബോക്സിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കുക 1 by 1 ആയിട്ട്. ദ ഔട്ട്പുട്ട് വ്യൂവർ വിൽ ഷോ ദ ഫോളോയിങ് റിസൾട്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ചെക്ക് ചെയ്യാൻ പോകുന്ന ഡാറ്റയിൽ ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഔട്ട്പുട്ട് വ്യൂവർ വിൽ ഷോ ദ ഫോളോയിങ് റിസൾട്ട്. ഈ ഔട്ട്പുട്ട് വ്യൂവർ ഈ റിസൾട്ട് കാണിക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഔട്ട്പുട്ട് ദാറ്റ് ഓൾ കേസസ് ഹാവ് ബീൻ ലിസ്റ്റഡ് ആസ് പ്രൈമറി. അപ്പം നമുക്കറിയാം ഒറിജിനൽ കേസിനെ പ്രൈമറി എന്നായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഓൾ ദ കേസസ് ആർ ഒറിജിനൽ ആൻഡ് ദർ ആർ നോ ഡ്യൂപ്ലിക്കേറ്റ് കേസ്. അപ്പം നമ്മളുടെ ഈ ഡാറ്റ ഫയലിൽ ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഇല്ലാത്തത് കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കേസ് എന്ന് കാണിക്കുന്നില്ല, പ്രൈമറി കേസ് മാത്രം, ഒറിജിനൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വാലിഡ് പ്രൈമറി കേസ് എന്ന് പറഞ്ഞ് നമ്പർ കാണിച്ചിട്ടുണ്ട്.
To illustrate the identify duplicate case, copy case 1 and paste in the dataset case 11. ക്ലിക്ക് ഓൺ കേസ് 1 ടു സെലക്ട് ഓൾ വേരിയബിൾ, കോപ്പി ആൻഡ് ദെൻ പേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഉണ്ടായാൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയിരിക്കണം എന്നറിയണമെന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇവരെന്താ ചെയ്താക്കണം എന്ന് വെച്ചാൽ ഒരു കേസ് മനഃപൂർവ്വം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് കേസായ ദേവിക 270 എന്നുള്ള കേസിലെ ഒന്നാമത്തെ റെക്കോർഡ്, ആ റെക്കോർഡ് ഇവർ എന്ത് ചെയ്യണ്, കോപ്പി ചെയ്തിട്ട് 11ാമത്തെ കേസായിട്ട് പേസ്റ്റ് ചെയ്യണം. അതായത് ഒന്നാമത്തെ തന്നെ എന്താണ് കോപ്പി ചെയ്തിട്ട് 11ാമത്തെ സെല്ലിൽ വന്നിട്ട് 11ാമത്തെ റോയിൽ വന്നിട്ട് ആ സെയിം ഇത് എന്താണ് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ദേവികയുടെ എന്താണ് ഡീറ്റെയിൽസ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് കേസ് വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞാക്കണത്. Repeat the procedure, data, identify duplicate cases and move all the variables into define matching case by box. അപ്പോൾ എന്ത് ചെയ്യുക, ഡാറ്റയിൽ ഐഡൻറ്റിഫൈ ഡ്യൂപ്ലിക്കേറ്റ് കേസ് എടുക്കുക, എന്നിട്ട് എല്ലാ വേരിയബിൾസും ഡിഫൈൻ മാച്ചിങ് കേസ് ബൈ എന്നുള്ള ആ ബോക്സിലേക്ക് മൂവ് ചെയ്യിക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ കണ്ടോ അതിൻ്റെ റിസൾട്ട് നോക്കാം. പ്രൈമറി കേസ് 10, ടോട്ടൽ 11, അതുപോലെ തന്നെ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് കേസ് 1 എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം ഡ്യൂപ്ലിക്കേറ്റ് കേസിന് എന്താണ് 1 ആയിട്ട് കാണിക്കും. 1 ആയിട്ട് നല്ല ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഉണ്ടെങ്കിൽ അത് എത്ര എണ്ണമാണെന്ന് കാണിക്കും. പ്രൈമറി കേസ് എന്ന് വെച്ചാൽ ഒറിജിനൽ കേസാണ്. അപ്പോൾ ടോട്ടൽ 11 എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഫിഗർ 23-ൽ, അതായത് നമ്മൾ ഈ പേജിൽ തന്നെ അതായത് 23 എന്നുള്ള ഫിഗറില്ലേ, അതായത് ഇനി തൊട്ട് മുമ്പ് പറഞ്ഞത് അല്ലാത്ത പ്രൈമറി കേസ് ഫ്രീക്വൻസി 11 ആണ് കൊടുത്താക്കുന്ന ടെക്സ്റ്റിൽ. പക്ഷേ 10 റെക്കോർഡാണ് നമ്മൾ എന്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി 10 ആയിരിക്കും കേട്ടോ. ഇത് ഈ ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് പറ്റിയേക്കാനാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ ഫിഗറിൽ എന്താണ്, അതായത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്തൊരു കേസായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഫ്രീക്വൻസി വന്നത് 10 ആയിട്ടാണ്, ടെക്സ്റ്റിൽ 11 ആണ് കൊടുത്താക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത് കറക്റ്റ് തന്നെ. ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഒന്നത് ദേവിക എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയേക്കണത്. ദെൻ പ്രൈമറി കേസ് 10, ടോട്ടൽ 11. ഇവിടെയാണ് ടോട്ടൽ 11 വരുന്നത്, പക്ഷെ അവിടെ ഫ്രീക്വൻസി എന്താണ് 10 ആണ്. ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് പറ്റിയേക്കുന്നതാണ്. As mentioned earlier, all the original case will be given as primary case and similar and identical case as duplicate case. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എല്ലാ ഒറിജിനൽ കേസും പ്രൈമറി കേസായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ ഐഡൻറ്റിക്കൽ കേസിനെ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് കേസാണെന്ന് കാണിക്കുന്നു. ഔട്ട്പുട്ട് ഷോ ദാറ്റ്, ഔട്ട്പുട്ട് കാണിക്കുന്നത് 10 പ്രൈമറി കേസും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഉണ്ടെന്നാണ്. പിന്നെ നെക്സ്റ്റ് ഐഡൻറ്റിഫൈയിങ് അൺയൂഷ്വൽ കേസസ്. When the response of any case is very different from the response obtained from similar cases, it is termed as unusual cases. അപ്പോൾ എന്താണ് അൺയൂഷ്വൽ കേസ് എന്നാണ് പറഞ്ഞാക്കുന്നത്. അതായത് ഒരു റെസ്പോൺസ്, ഒരാളുടെ റെസ്പോൺസ് ബാക്കിയുള്ള ഒരു റെസ്പോൺസിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ടെങ്കിൽ, വെരി ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെയാണ്, അത് സിമിലർ കേസിൽ നിന്ന് എന്താണ് ഒത്തിരി ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺയൂഷ്വൽ കേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ റിഫർ ടു ആസ് ഔട്ട്ലിയർ ഓർ അനോമലി കേസ്. ഇതിനെ നമുക്ക് അനോമലി കേസെന്നോ അല്ലെങ്കിൽ ഔട്ട്ലിയർന്നോ പറയാമെന്നു. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഔട്ട്ലിയേഴ്സ് ആർ ഡിഫൈൻഡ് ആസ് എ ഡാറ്റ വാല്യൂ that is the significantly different from other data values. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഔട്ട്ലിയർ അല്ലെങ്കിൽ അനോമലി ഡിഫൈൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഡാറ്റ വാല്യൂസ് എന്താണ് ബാക്കി എല്ലാ ഡാറ്റ വാല്യൂസിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയാൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഔട്ട്ലിയർ എന്ന് പറയാമെന്ന്. ഇറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ ഡ്യൂ ടു എറർ കമ്മിറ്റഡ് ഡ്യൂറിങ് ഡാറ്റ എൻട്രി. ഇങ്ങനെ അനോമലി അല്ലെങ്കിൽ ഔട്ട്ലിയർ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾക്ക് ഡാറ്റ എൻട്രി ചെയ്യണമെന്ന സമയത്ത് എന്തെങ്കിലും എറർ പറ്റുന്നതാകാം. വേരിയബിലിറ്റി ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഡാറ്റ മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാകാം, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ എറർ ആകാം. ഔട്ട്ലിയേഴ്സ് കോസസ് സിവിയർ പ്രോബ്ലം ഇൻ അനാലിസിസ് ഓഫ് ഡാറ്റ. അതായത് ഈ ഔട്ട്ലിയർ എന്താണ് സിവിയർ പ്രോബ്ലംസ് ആണ് ഡാറ്റ അനാലിസിസിൽ ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് മോഡിഫൈഡ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസ്. അപ്പോൾ നമ്മളത് ഈ എന്താണ് അൺയൂഷ്വൽ കേസ് കണ്ടുപിടിച്ചാൽ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് എക്സ്ക്ലൂഡ് ചെയ്യണം, അത് ഒഴിവാക്കണം, റിമൂവ് ചെയ്യണം. എന്ത് ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അൺയൂഷ്വൽ കേസ് നമ്മൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതെപ്പോഴും എക്സ്ക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ എന്ന്. For example, in the dataset 1.sav, the data entry operator has wrong entered the age of George, case 2 ആണ്, as 91 instead of
19. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്താക്കാണ് ഡാറ്റ സെറ്റിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അത് രണ്ടാമത്തെ കേസ്, ഇത് ജോർജ് എന്നുള്ളൊരു സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ ഏജ് 19 ആയിരുന്നു, 19 ആയിരുന്നു, അതിന് പകരം 91 എന്നാണ് ടൈപ്പ് ചെയ്ത് വെച്ചാക്കണത്. ദിസ് ഈസ് അൺയൂഷ്വൽ കേസ് ആൻഡ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് റെക്ടിഫൈഡ്. ഇഫ് നോട്ട് ദ അനാലിസിസ് വിൽ ബി ബേസ്ഡ് ഓൺ ഏജ് 91. അപ്പോൾ നമ്മളിവിടെ 10 സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ഏജ് നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ഇവിടെ 19 പകരം അവർ 91 എന്നാണ് ടൈപ്പ് ചെയ്ത് വെച്ചാക്കണത്. അപ്പോൾ എന്താണ്, അതാണ് അനോമലി എന്ന് വെച്ചാൽ, അൺയൂഷ്വൽ കേസ് എന്ന് വെച്ചാൽ, അതായത് ഒത്തിരി ഡിഫറെൻറ്റ് വരെയാണ് അയാളുടെ ഏജ്, ബാക്കി സ്റ്റുഡൻസിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജാണ് കേസ് 2-നുള്ളത്. അതിനെയാണ് എന്ത് ഔട്ട്ലിയർ അല്ലെങ്കിൽ അൺയൂഷ്വൽ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു അൺയൂഷ്വൽ കേസ് വന്നാൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് എന്താണ് റെക്ടിഫൈ ചെയ്യണം, നേരെയാക്കണം, കറക്റ്റ് ചെയ്യണം. ഇഫ് നോട്ട് ചെയ്തില്ലെങ്കിൽ അനാലിസിസ് വിൽ ബി ബേസ്ഡ് ഓൺ, അനാലിസിസ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഏജ് 91-നെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നതെന്ന്. ദ പ്രൊസീജിയർ വിൽ ബി ആസ് ഫോളോസ്. ഡാറ്റ ഐഡൻറ്റിഫൈ അൺയൂഷ്വൽ കേസ്. അപ്പോൾ എങ്ങനെയാണ് ഈ അൺയൂഷ്വൽ കേസ് ഡിറ്റക്ട് ചെയ്യുന്നത്, ഡാറ്റയിൽ അൺയൂഷ്വൽ കേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ദ ഔട്ട്പുട്ട് ഗീവ് 3 ടേബിൾസ് ആൻഡ് ദ ലാസ്റ്റ് ടേബിൾ ഈസ് റീപ്രൊഡ്യൂസ് ബിലോ. ഇപ്പോൾ കണ്ട ഔട്ട്പുട്ട് വന്നാക്കണ ഇങ്ങനെയാണ്, അനോമലി കേസ് റീസൺ ലിസ്റ്റ് എന്ന് പറഞ്ഞ്, അതായത് കേസ് 2 ആണ്, അതായത് കേസ് 2-ൻ്റെയാണ് നമ്മൾ 19 എന്നുള്ളത് 91 ആക്കി കൊടുത്തത്. അപ്പോൾ കേസ് 2-ൻ്റെ ആണെന്ന് വന്നു. ദെൻ റീസൺ വേരിയബിൾ, ഏത് വേരിയബിളിനാണ് അങ്ങനെ നമ്മൾ അൺയൂഷ്വൽ കേസ് വന്നത്, ഏജ് എന്ന് കൊടുത്തു. ദെൻ വേരിയബിൾ വാല്യൂ 91 ആണെന്നൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. SPSS ഐഡൻറ്റിഫൈങ് ദ അൺയൂഷ്വൽ ഓർ കേസ് വിത്ത് അനോമലി എന്ന് പറഞ്ഞ് ഇത് വരുന്നു. SPSS ഹാസ് ഐഡൻറ്റിഫൈഡ് ദ കേസ് 2 ആസ് അൺയൂഷ്വൽ കേസ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ആസ് ഗിവൺ 91. അപ്പോൾ ഈ കേസ് 2 അൺയൂഷ്വൽ കേസായിട്ട് വാല്യൂ 91 ആയിട്ട് വന്നു. ദിസ് ഹെൽപ്പ് ദ യൂസർ ടു ഐഡൻറ്റിഫൈ അൺയൂഷ്വൽ കേസ് ആൻഡ് മേക്ക് അപ്രോപ്രിയേറ്റ് ചേഞ്ചസ്. ഇതെന്താണ്, യൂസർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചേഞ്ചസ് വരുത്താനായത് അത് റെക്ടിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇങ്ങനെ ഔട്ട്പുട്ട് വരുമ്പോൾ. ഇനി നെക്സ്റ്റ് സോർട്ടിങ് നമുക്കറിയാമല്ലോ, അതായത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമ്മൾക്ക് എന്താണ് അറേഞ്ച് ചെയ്യണതിനാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. സോർട്ടിങ് കേസ് ഈസ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ദ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അതായത് ഡാറ്റേനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണതിനാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. Data can be sorted in ascending order from A to Z or descending order Z to A. ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, അസെൻഡിങ് ഓർഡറിൽ A to Z ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറായ സെറ്റ് ടു എ എന്നും പറഞ്ഞ് സോർട്ട് ചെയ്യാം. ഇൻ കേസ് ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ ആണെങ്കിൽ യൂസർ ക്യാൻ സോർട്ട് അസെൻഡിങ് ഓർഡർ, അതായത് ലോവസ്റ്റ് ടു ഹയസ്റ്റ്. അതുപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ സോർട്ടിങ് ദ യൂസർ ക്യാൻ ഓൾസോ സേവ് ദ ഫയൽ വിത്ത് സോർട്ടഡ് ഡാറ്റ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് സേവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ സോർട്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡാണ് ഇത്, സ്റ്റെപ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഡാറ്റയിൽ സോർട്ട് ഡാറ്റ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സോർട്ട് ബൈ ഡയലോഗ് ബോക്സ് വിൽ അപ്പിയർ. അപ്പോൾ സോർട്ട് ഡാറ്റ കൊടുക്കുമ്പോൾ എന്ത് ഡയലോഗ് ബോക്സ് ആണ് വരുന്നത്, സോർട്ട് ബൈ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് വരും. ഇഫ് ദ യൂസർ വാണ്ട് ടു സോർട്ട് ഡാറ്റ ബേസ്ഡ് ഓൺ ഏജ്, ദ ഏജ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് വിൽ ഹാവ് ടു ബി മൂവ്ഡ് ടു ദ സോർട്ട് ബൈ ബോക്സ്. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്താണ് യൂസർക്ക് എന്തിൻ്റെ ബേസിലാണ് സോർട്ട് ചെയ്യുന്നത്, സ്റ്റുഡൻസിൻ്റെ ഏജിൻ്റെ ബേസിൽ. അപ്പോൾ എന്ത് ചെയ്യും, ആ ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്ത് ചെയ്യുന്നു, ആ സോർട്ട് ബൈ എന്നുള്ള ആ വേരിയബിളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എല്ലാ വേരിയബിളുണ്ട്, നെയ്യും ഏജ്, മാർക്സ്, അതുപോലെ തന്നെ എക്സാം ബോർഡ്, ജെൻഡർ, അങ്ങനെ എല്ലാ ഓപ്ഷനും ലെഫ്റ്റ് സൈഡിലുണ്ടാകും. അതിനകത്ത് നിന്ന് നമ്മൾ എന്തിൻ്റെ ബേസിലാണ് സോർട്ട് ചെയ്യാൻ പോകുന്നത്, ഏജിൻ്റെ ബേസിൽ. അപ്പോൾ ഏജ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ നടുക്കുള്ള ആരോക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏജ് മാത്രം റൈറ്റ് സൈഡിലുള്ള സോർട്ട് ബൈ എന്നുള്ള ബോക്സിൽ ഒരു റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അതിനകത്ത് പോയി കിടക്കും. ക്ലിക്ക് ഓൺ സോർട്ട് ഓർഡർ അസെൻഡിങ് റേഡിയോ ബട്ടൺ. അപ്പോൾ ഏത് ഓർഡറിലാണ് സോർട്ട് ചെയ്യണം നമ്മൾ കൊടുക്കുക, ഇവിടെ അസെൻഡിങ് ആണ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസെൻഡിങ് എന്ന് പറഞ്ഞു കൊടുത്തു, ദെൻ ഓക്കെ കൊടുക്കുക. ദ ഔട്ട്പുട്ട് ഈസ് ഗിവൻ ബിലോ. അപ്പോൾ ഔട്ട്പുട്ട് വരും, it is noticed that the data is sorted according to the age criteria. അപ്പോൾ കണ്ടോ എന്താണ്, ഏതിൻ്റെ കേസ് ബേസിലാണ് ഏജ്, 17, 18, 19, 20 ആ ഒരു ബേസിൽ എന്തായിരിക്കും ആ ഫയലിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഏജ് അസെൻഡിങ് ഓർഡറിൽ വന്ന രീതിയിൽ എന്താണ് ഫയലിനെ സോർട്ട് ചെയ്താക്കിയണമെന്ന്. ഇനി വേറെ നെക്സ്റ്റ് ഏതാണ്, സോർട്ടിങ് വേരിയബിൾസ്. അതായത് വേരിയബിൾസിനെ സോർട്ട് ചെയ്യുക. വേരിയബിൾ എന്ന് വെച്ചാൽ എന്തിട്ടാണ്, ഈ ഹെഡിങ്ങുകൾ, നെയിം, ജെൻഡർ, ഏജ്, എക്സാം ബോർഡ്, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ കോസ്റ്റിംഗ്, ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ്, ആ ഹെഡിങ്ങിലാണ്, കോളം ഹെഡിങ്ങിനെയാണ് എന്ത് വേരിയബിൾ എന്ന് പറയുന്നത്. ആ വേരിയബിളിനെ സോർട്ട് ചെയ്യാനാണ്. സോർട്ടിങ് ക്യാൻ
also be done on variable. These variables can be sorted alphabetically as given below. Alphabetic ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് എന്ത് കൊടുക്കുക, സ്റ്റെപ്പ് ഇതാണ്, ഡാറ്റ സോർട്ട് വേരിയബിൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, വേരിയബിൾ വ്യൂവിൽ വന്നിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്ലിക്ക് ഓക്കെ കൊടുക്കാം. അപ്രോപ്രിയേറ്റ് വേരിയബിൾ ഇൻ ദ വേരിയബിൾ വ്യൂ കോളം ആൻഡ് ക്ലിക്ക് ഓക്കെ. The variable have to be arranged in the alphabetical order is given below. അപ്പോൾ കണ്ടോ, അതിൻ്റെ താഴെ എന്താണ് വേരിയബിൾസ്. ആദ്യം എന്തായിരുന്നു, സാധാരണ ആദ്യം നെയിം ആയിരുന്നു, നെയിമും ഏജ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, അക്കൗണ്ടിങ് വന്നു, ദെൻ ഏജ് വന്നു. അത് കഴിഞ്ഞിട്ട് ആൽഫബറ്റിക്കുള്ള നെക്സ്റ്റ് വന്ന് സി ആണ്, കോസ്റ്റിംഗ് വന്നു, എക്സാം ബോർഡ് വന്നു, ജെൻഡർ വന്നു, ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ്, നെയിം, സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു. അപ്പോൾ ആ നമ്മുടെ കോളിംഗ് ഹെഡിങ് ആയത് വേരിയബിൾസ് എന്താണ് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്